ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ സ്വർഗം വാങ്ങാനുള്ള വഴിയായി കാണണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്തിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റുന്നത്. ദീർഘമായ എല്ലാ ഏരിയകളിലേക്കും പോയാൽ ഒരുപക്ഷെ നമുക്കൊരു ഫോക്കസിങ് ഇല്ലാതായി പോകും. മഹാനായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അള്ളാഹു തന്ന കുടുംബം, മക്കൾ, ഇവരെ കൊണ്ട് എനിക്ക് നരകം കിട്ടിപ്പോകുമോ എന്ന ഭയം എപ്പോഴും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കണം. പലപ്പോഴും 14 ദിവസത്തെ നാട്ടിലെ ലീവിനേക്ക് വന്ന പ്രവാസി സംഗമം കേരളത്തിലെ, അങ്ങനെ പറഞ്ഞാൽ ആകെ മൂപ്പർക്ക് 14 ദിവസത്തെ ലീവേ ഉണ്ടാവുള്ളൂ. ആ 14 ദിവസത്തെ ലീവ് കേരളത്തിലെ 14 ജില്ലകളിലെ പ്രധാന സ്ഥാപനങ്ങളിലെ പ്രവാസി സംഗമത്തിന് പങ്കെടുക്കാനാകുമ്പോൾ 2 കൊല്ലമായി കാത്തിരിക്കുന്ന ഭാര്യ നിരാശയുടെ ലോകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നത് ഭയങ്കര നന്മയാണെന്നൊന്നും വിലയിരുത്താൻ പറ്റൂല. പ്രത്യക്ഷത്തിൽ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഭയങ്കര നന്മ തന്നെയാണ് നമ്മൾ ചെയ്യണത്. പക്ഷെ നമ്മൾ പലരെയും വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ നന്മ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അഥവാ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു എന്ന വാപ്പയെക്കുറിച്ച് മകൻ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പ്രൗഢമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലൊരു ചർച്ചയുണ്ട്. സമൂഹത്തിന് പ്രവർത്തിക്കുന്ന പല പ്രതിഭകളുടെയും മക്കൾ എന്താണ് പ്രതിഭകളാവാത്തത് എന്നാണ് ആ ചർച്ചയുടെ കാമ്പ്. ചോദ്യം ഇങ്ങനെയാണ്: സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല പ്രതിഭകളുടെയും, അതിൽ ആലിമീങ്ങൾ അടക്കം ഉണ്ടാവും, മക്കൾ എന്താണ് ആലിമീങ്ങളും ബുദ്ധിരാക്ഷസന്മാരും പ്രതിഭകളും ആയിത്തീരാത്തത് എന്നൊരു ചർച്ചയാണ് അതിൽ കൊണ്ടുവരുന്നത്. അതിന് മഹാൻ തന്നെ മറുപടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാലത്ത് ആ തിരക്കുകൾക്കിടയിൽ സ്വന്തം മക്കളെ നോക്കാൻ അവർ മറന്നുപോവുകയോ സമയമില്ലാതിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ശരി. ആ ശരിയെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പരിഹാരത്തിലേക്ക് നമ്മൾ പോകണം. എന്താണ് പരിഹാരം എന്ന് പറയുന്നത്? നമ്മൾ സന്തോഷമുള്ളവരാവുമ്പോൾ തന്നെ സന്തോഷിപ്പിക്കുന്നവരാവാനും കൂടി ശ്രമിക്കണം. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, വേറൊരാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ. പുഞ്ചിരിക്ക് സ്വതക്കൻ്റെ കൂലി ഇസ്ലാം എഴുതി വെക്കാൻ കാരണം കണ്ണാടി നോക്കിയിട്ട് പുഞ്ചിരിച്ചാലല്ല. തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വതക്ക, അപരൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാളെ സന്തോഷിപ്പിക്കുക, അതാണ് സ്വതക്ക. മജ്ലിസിലേക്ക് പോകുമ്പോൾ സുഗന്ധം പുരട്ടൽ സുന്നത്താവുന്നു. എന്തേ കാരണം? അപരനെ സന്തോഷിപ്പിക്കുന്നു. ഉള്ളി തിന്നുകൊണ്ട്, പച്ച ഉള്ളി തിന്നുകൊണ്ട് വായ കഴുകാതെ മജ്ലിസിൽ പങ്കെടുക്കരുത്. എന്തുകൊണ്ട് പറ്റില്ല? അപരനെ വിഷമിപ്പിക്കുന്നു. കേട്ടോ? അൽ കലിമത്തു ത്വയ്യിബത്തു സ്വതക്കത്തുൻ, നല്ല വാക്ക് പറയൽ സ്വതക്കയാണ്. എന്തേ കാരണം? കേൾക്കുന്ന ആളെ സന്തോഷിപ്പിക്കുന്നു. നബിയെ ഏറ്റവും പുണ്യകരമായ നന്മ ഏതാണ്? ഭക്ഷണം കൊടുക്കൽ. വേറൊരു ചോദ്യത്തിന് ഏറ്റവും അഫ്ളലായ സ്വതക്ക ഏതാണ്? വെള്ളം കൊടുക്കൽ. കേട്ടോ? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില അബദ്ധങ്ങളെ ഇസ്ലാം എങ്ങനെയാണ് തിരുത്താൻ പറഞ്ഞു കൊടുക്കുന്നത്? റമളാനിൻ്റെ പകലിൽ ഇഹ്റാം കെട്ടിയ അവസരത്തിൽ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. ആ സമയത്ത് പറ്റില്ലായിരുന്നു. പക്ഷെ അവിടെ അയാൾക്ക് നന്നാവണം, ആ തെറ്റ് പൊറുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കഫാറത്തായിട്ട് കൊടുക്കുന്നത് 60 മിസ്കീന്മാർക്ക് ഫുഡ് കൊടുക്കാനാണ്. 60 മിസ്കീന്മാർക്ക് ഫുഡ് കൊടുക്കലും റമളാൻ്റെ പകലിൽ ഭാര്യയുമായി ബന്ധം ഉണ്ടാവില്ലും തമ്മിൽ എന്താ ബന്ധം? ആ ചെയ്തത് കടുത്ത അപരാധമാണ്, പാടില്ലാത്തതാണ്. പക്ഷെ 60 മിസ്കീന്മാർ നിന്നിലൂടെ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് റാഹത്തായില്ലേ? അപ്പം പിന്നെ അള്ളാഹ്ക്ക് റാഹത്താവും, ദോഷം പുറത്തു തരും. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മെ കൊണ്ട് കുറേ പേര് സന്തോഷിക്കുക. അതിൽ ലോകത്താദ്യം നമ്മെ കൊണ്ട് സന്തോഷിക്കുന്ന ഒരു വിഭാഗം, സന്തോഷിക്കേണ്ട ഒരു ടീം ആരാണെന്ന് ചോദിച്ചാൽ ചാരിറ്റി ബിഗൻസ് അറ്റ് ഹോം, വീട്ടുകാരാണ്, നമ്മുടെ സ്വന്തം വീട്ടുകാരാണ്. അന്താരാഷ്ട്ര ദാഇയാവുമ്പോഴും ഒരുപാട് സ്ഥലത്ത് നമ്മൾ സ്വതക്ക ചെയ്യുമ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനാണ്. ആദ്യം വന്ദിർ അഷീറത്തക്കൽ അഖ്റബീൻ, ആദ്യം ദഅവത്ത് തുടങ്ങേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. ഖൈറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ ഭാര്യ എപ്പോഴാണോ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണത് അപ്പോഴാണ് നിങ്ങൾ വിജയത്തിലേക്ക് എത്തുക. ഇത് പറഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയണ്ടല്ലോ, വഅന ഖിയാറുക്കും ലി അഹ്ലി, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു നോക്കട്ടോ. ഇത് വെറും ഒരു കുടുംബ ക്ലാസ്സും സന്തുഷ്ട കുടുംബം എന്നുള്ള സൈക്കോളജി ക്ലാസ്സൊന്നും അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എൻ്റെ വീട്ടിൽ. ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, മുത്തുനബി എങ്ങനെയാണ് വീട്ടിൽ വീട് അടിച്ചു വാരി തരും, പാത്രം കഴുകി തരും, ചെരുപ്പ് ശരിയാക്കും,
ബക്കറ്റ് ശരിയാക്കും, അടുക്കളപ്പണിയിൽ സഹായിക്കും. ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ പിന്നിൽ തന്നെ മുത്തുനബി വരും. ഉദാഹരണം, ഞാനൊരു ഇറച്ചി കഷ്ണം മാംസ കഷ്ണം കടിച്ചു തന്നാൽ അതിൻ്റെ ബാക്കി ഞാൻ പല്ല് വെച്ച അതേ സ്പേസിൽ തങ്ങൾ പല്ല് വെച്ച് കടിക്കും. ആടിൻ്റെ പാല് കുടിച്ചാൽ അത് ബാക്കി വാങ്ങിയിട്ട് ഗ്ലാസ് ഇങ്ങനെ കറക്കിയിട്ട് ഞാൻ ചുണ്ടു വെച്ച സ്ഥലത്ത് കുടിക്കും. ഇനി ഒരു സ്ഥലത്ത് ഇരുന്നാലോ എന്നെ ചാരി ഇരുന്നിട്ട് അവിടുന്ന് ഖുർആൻ ഓതുക. എന്തൊരു മനോഹരമായ ലൈഫ്! ഏഴാനാകാശവും അഖിലാണ്ട ലോകവും സർവസ്വങ്ങളും കണ്ടിട്ട് വന്നിട്ട് ഈ ലോകം മുഴുവൻ കീഴടക്കിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് പറയണ്ടല്ലോ, എന്താണ് ഈ പണ്ടത്തെ ഖദീജ ബീവി വഫാത്തായില്ലേ, പിന്നെന്തിനാ ഈ ഖദീജ ബീവിനെ പറഞ്ഞുകൊണ്ടിരിക്കണത്? അതിന് തങ്ങളുടെ മറുപടി എന്താ? ഇന്നി റുസിഖ്തു ഹുബ്ബഹ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഖദീജാനോടുള്ള പ്രേമം എൻ്റെ തലയിൽ കയറിപ്പോയി, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു ചോക്ലേറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാപ്പി HB ഇട്ടിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ആക്കിയിട്ടുള്ള സ്റ്റാറ്റസിലെ സ്നേഹമല്ല പറയണത്, ഹൃദയത്തിലാണ് ഭാര്യയ്ക്ക് സ്പേസ് കൊടുത്തേക്കുന്നത്. ഇതാണ് ശരിക്കുള്ള ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിനെ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. ലോകത്ത് മുഴുവനും നമ്മൾ ദഅവത്ത് നടത്തുമ്പോഴും സംഭാവനകൾ ചെയ്യുമ്പോഴും നമ്മുടെ കുടുംബം ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം. വളരെ പ്രധാനമാണത്. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എനിക്ക് ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി അയാളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ജോലി ചെയ്യണത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഇബാദത്തും കാര്യമായിട്ട് അങ്ങനെ നടക്കുകയാണെന്ന്. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ, ഇബാദത്തും കാര്യമായിട്ട് നടക്കൽ. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു സ്വാഭാവികമായ ചോദ്യം വന്നു, അപ്പോൾ നീ എങ്ങനെ ഫുഡ് കഴിക്കണത്? സിയാറത്തും കാര്യമായിട്ട് നടക്കുമ്പോൾ ഈ ഫുഡ് എങ്ങനെ കഴിക്കണത്? അപ്പോൾ എൻ്റെ സഹോദരൻ പോക്കറ്റ് മണി കുറച്ച് തരും, അതുകൊണ്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അത് ഈസാ നബി അലൈഹി സ്വലാം കൊടുത്ത മറുപടി, വഹുവ അഅബദു മിങ്ക, നിന്നേക്കാൾ ടോപ്പായ ആൾ നിൻ്റെ സഹോദരനാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് അടുപ്പമുള്ള ആൾ മൂപ്പരാണ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് കേരളത്തിൽ നിന്ന് വന്ന രചനയിൽ നിന്ന് തന്നെ കവിത വന്നത്, അമ്മൽ മുഅയിലു ഫലായ ജുസു ഖുഊദുഹു അൻ മക്സബിൽ ലിഅയാലിഹി മുതവക്കില. കുടുംബത്തെ നോക്കുന്ന ആൾ കുടുംബനാഥനായിട്ട് ജീവിക്കേണ്ട അയാൾ ഇബാദത്താണ്, സിയാറത്താണ്, നാഗൂറാണ്, മുത്തുപ്പട്ടാന്ന് പറഞ്ഞിട്ട് ഭാര്യനെ മക്കളെ നോക്കാതെ ജീവിക്കൽ ഫലാ യജൂസു, അയാൾക്ക് പറ്റൂല. അയാൾ കുടുംബത്തെ നോക്കണം. യാചന നടത്തിയിട്ട് വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചല്ലോ, എന്താ പരിപാടി? യാചനയോ? വീട്ടിലെന്താ ഉള്ളത്? എന്തുണ്ട്? പുതപ്പോ പിന്നെ ഒരു തോൽപാത്രവും എടുത്തിട്ട് വരീന്ന് പറഞ്ഞു. എടുത്തുകൊണ്ടോ? ഇത് രണ്ടും തങ്ങളിങ്ങനെ പിടിച്ചിട്ട് ലേലം വിളിക്കണ ഫീലിങ്ങിൽ ഇതാരെങ്കിലും വിലക്ക് വാങ്ങാമെന്ന് ചോദിച്ചു. 1 ദിർഹം പോരാ, 2 ദിർഹം. ആ കൊടുക്ക്, 2 ദിർഹം ഇങ്ങോട്ട് വരും. 1 ദിർഹം എടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് ഫുഡ് വാങ്ങിയിട്ട് നീയും കുടുംബവും കഴിക്കണം. മറ്റേ ദിർഹം എടുത്തിട്ട് പറഞ്ഞു, ഒരു കോടാലി വാങ്ങിയിട്ട് വരീന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോടാലി വാങ്ങി അതിൻ്റെ പിടിയായ മരക്കഷ്ണം തങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഒരു നേതാവ് എന്ന് പറയുന്നത് വെറും ബുഖാരി ഓതി കൊടുക്കൽ മാത്രമല്ല, അഡ്നോക്കിൽ ജോലി ഉണ്ടാക്കി കൊടുക്കൽ കൂടി ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് നമ്മൾ പഠിക്കാനായി പറയണത്. ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റിയെ എങ്ങനെ നിർമ്മിക്കണം എന്ന് കൂടി നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് പറയുന്ന വർത്താനം എന്താ പറയുക, 15 ദിവസത്തേക്ക് ഈ ഭാഗത്ത് കണ്ടുപോകരുത്. മെഹ്റാബിൽ തന്നെ കുത്തിയിരുന്നിട്ട് ഫുൾ ദ്വാരുന്നോ എന്നാണോ പറയണത്? 15 ദിവസത്തേക്ക് ഈ ഭാഗത്ത് കണ്ടുകൊണ്ടാന്ന് പറഞ്ഞത്. 15 ദിവസം കഴിഞ്ഞിട്ട് ആ സ്വഹാബി 15 ദിർഹം സമ്പാദിച്ചിട്ട് വന്നു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇതല്ലേ മോനെ അതിൻ്റെ ഒരു മനോഹാരിത, ഇതല്ലേ ഒരു ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത്, ഇതല്ലേ സന്തോഷം. ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ യാചന നടത്തലാണ്. ചില ആൾക്കാർ അങ്ങനെ യാചന നടത്തിയിട്ട് ആരെങ്കിലുമൊക്കെ വലിയ സംഭാവന കൊടുത്താൽ ആ കിട്ടിയ യാചകം ദ്വാരക്കും, എന്ത് അള്ളാഹു ഇനിയും നിങ്ങൾക്ക് തരാനും എനിക്ക് വാങ്ങാനും തൗഫീഖ് ചെയ്യട്ടെ എന്ന്. പൊട്ടന്മാരെ നമ്മൾ ആമീനും പറയും. അയാളെ എന്നും വാങ്ങുന്ന ആളെന്നെ. ഒരു ശരിക്കേടാണൊക്കെ, ശരിക്കേടിനെ ശരിക്കേടായിട്ട് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ച ഒരു ആശയം എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു അബദ്ധമാണ്. ഇബ്ലീസ് ഒരാളെ ചതിയിൽപ്പെടുത്തുന്നത് പല രീതിയിലും ആയിരിക്കും. അതിൽപ്പെട്ട ഒരു രീതിയാണ് കൂടുതൽ കൂലിയുള്ള കാര്യത്തെ പരമാവധി അവഗണിച്ചുകൊണ്ട് നന്മയാണല്ലോ എന്ന് കരുതിയിട്ട് കൂലി കുറവുള്ള സ്പേസ് കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സുബ്ഹിന് ജമാഅത്തിന് ആൾ കുറവും മഗ്രിബിന് ആൾ കൂടുതലും ആയിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇയാളെ സഹായിക്കലല്ലേ നല്ലത്. ഉദാഹരണത്തിന് ഇവിടെ ഇൻ്റർലോക്ക് ഇടാൻ 10,000 രൂപ തരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൈവെക്കുമെന്ന് പറഞ്ഞാൽ കുറച്ചാളൊക്കെ കൈവെക്കും. നിങ്ങളെ പേരെന്താ? എന്ത്? കാസിമാജി. ഓ അൽഹംദുലില്ലാ. അപ്പോൾ അയാളെ വൈഫ് കറക്റ്റിൻ്റെ അപ്പുറത്തും ചിന്തിക്കും, ആരാണാവോ. അപ്പോൾ ലൈവിൽ നോക്കുമ്പോൾ നമ്മളെ ഹസ്ബൻഡ് മാപ്പിള തന്നെയാണ് മുപ്പത്തിക്ക് മനസ്സിലായി. അപ്പോൾ മൂപ്പര് ചിന്തിക്കുക, ഇന്ന് രാവിലെ എല്ലാം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വാങ്ങണം എന്ന് പറയുമ്പോൾ മൂപ്പര് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഇൻ്റർലോക്ക് നിന്ന് എവിടുന്ന പൈസ കിട്ടിയത്? അങ്ങനെ ഭാര്യ നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലം വരരുത്. അത് തനി അബദ്ധമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഹും യഹ്സബൂന അന്നഹും യഹ്സനൂന സുൻആ. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് ഭയങ്കര നന്മയാണ്. അപ്പം ലോകത്തിന് നമ്മൾ നന്മയുടെ അഹിലുകാരാകുമ്പോൾ തന്നെയും
ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിൽ തുടങ്ങണം നമ്മുടെ സ്വഭാവത്തിൻ്റെ മഹിമ മുഴുവനും.